മുൻപത്തെ വിഷയത്തിൽ ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു 1.5 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഈ 1.5 ഏക്കർ പ്രോപ്പർട്ടിയും വഖഫാക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഒരു 1.5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ 1/3 മാത്രമേ വഖഫാക്കാൻ കഴിയുള്ളൂ. അയാളുടെ അനന്തരാവകാശികൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി അവകാശപ്പെട്ട ഭൂമി മൊത്തം എടുത്ത് വഖഫാക്കാൻ കഴിയില്ല. അങ്ങനെ ചില ഫാക്റ്റുകൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ടെക്നിക്കൽ എറേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശ്രീമതി ഷംഷാദ് അത് നേരിട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അതിന്റെയൊക്കെ രേഖകൾ കൈകാര്യം ചെയ്യുന്നതുമാണ്. അപ്പൊ അതുമായിട്ടൊക്കെ സംബന്ധിച്ച് ഈ മുനമ്പത്തെ ഭൂമിയിൽ ഇപ്പൊ ഏറ്റവും അവസാനം വഖഫ് ചെയ്തു എന്ന് പറയുന്ന ഈ സിദ്ദിഖ് സൈഡിന് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് തന്നെ വ്യക്തമാക്കണം. കാരണം ഈ സിദ്ദിഖ് സൈഡ് ഈ കുടുംബാംഗമേ അല്ല, സത്താർ സൈഡിന്റെ കുടുംബാംഗമേ അല്ലാത്ത വ്യക്തി സത്താർ സൈഡിന്റെയും സത്താർ സൈഡിന്റെ കുടുംബത്തിലും വരുന്ന ഈ ഭൂമി എങ്ങനെ വഖഫ് ചെയ്തു? ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇതിന്റെ വഖഫ് ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ ചില കളികൾ നടക്കുന്നു എന്ന് എന്നെക്കാൾ നന്നായി ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് അറിയാൻ കഴിയും. കുറച്ചുകൂടി ഒരു അന്വേഷണം അതിലേക്ക് പോയാൽ അത് വെളിച്ചത്ത് വരാതിരിക്കില്ല. കാരണം നമ്മളൊക്കെ ഇടയ്ക്ക് കേട്ടു ഇതിങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് പകരം 400 ഏക്കർ വേറെ എവിടേക്കോ ചോദിക്കുന്നു. അപ്പൊ മറ്റു താല്പര്യങ്ങളും അതിന്റെ പുറകിലുണ്ട്. സർക്കാരിന്റെ ഭൂമി, സർക്കാർ കൃഷിക്ക് പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെ പരമ്പരാഗത സ്വത്ത് ആണ് എന്ന മട്ടിൽ വഖഫൊക്കെ ചെയ്യാൻ കഴിയുക? ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടക്കുകയില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഒന്നാമത് ഇതൊരു യൂണിയൻ ലോ ആണല്ലോ, ഈ വഖഫ് ലോ എന്ന് പറയുന്ന യൂണിയൻ ലോ ആണ്. ഒന്ന് അത്. രണ്ട്, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വമ്പന്മാരും കൂടി ഇടപെട്ട് കഴിഞ്ഞുള്ള ഒരു വിഷയത്തിനകത്ത് ഞാൻ ആ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ആ ഭൂമി മൊത്തത്തിൽ കണ്ണുവെച്ചിട്ടുള്ള പല ആളുകളുണ്ട്. മുൻപത്തെ ഭൂമി എന്റെ ഉപ്പാപ്പായ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ടുവിന് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്തതാണ് കൃഷി ചെയ്യാൻ വേണ്ടി. ആ ഭൂമി എങ്ങനെ സിദ്ദിഖ് സേട്ടിന്റെ കയ്യിൽ വന്നു? ഈ ജുംബുബായുടെ കയ്യിൽ എങ്ങനെ വന്നു? ഈ മൂസ അബ്ദുൽ കരീം, അതായത് ജുംബുബായുടെ സഹോദരനായ മൂസ അബ്ദുൽ കരീം മരിച്ചപ്പോഴാണ് ഈ സഹോദരിമാരെല്ലാവരും കൂടി ഒരു ഭാഗപത്രം ഉണ്ടാക്കുന്നത്. ആ ഭാഗപത്രത്തിൽ കെയർടേക്കറായി നിന്നത് സിദ്ദിഖ് സേട്ടുവാണ്, സാക്ഷിയായിട്ട് നിൽക്കുന്നത് സിദ്ദിഖ് സേട്ടുവാണ്. അപ്പൊ ഈ സിദ്ദിഖ് സേട്ടുവിന്റെ ബുദ്ധിയാണ് എല്ലാവർക്കും കളിച്ചേക്കുന്നത്. അതായത് 1099 ഞാനും താമസിക്കുന്നത് ഈ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ഒരു ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അതിന്റെ വിൽപത്രം ഉണ്ടായിരുന്നു. ആ വിൽപത്രം ചെയ്തേക്കുന്നത് 1099 കന്നിമാസം 25 അന്ന് അബ്ദുൽ സത്താർ ഹാജി മൂസ ജീവനോടെ ഉണ്ട്. മുൻപത്തെ ഭൂമിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. ഞങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുമുണ്ട്. അതാണ് സത്താർ ഐലൻഡ് മൂത്തുകുന്നത്തെ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ ഞങ്ങൾ അത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം അബ്ദുൽ സത്താർ ഹാജി മൂസയായ എന്റെ ഉപ്പാപ്പ ജീവനോടെ ഉണ്ട്. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഉപ്പാപ്പ മരണമടയാണ്. ഞാൻ താമസിക്കുന്ന വീട് എറണാകുളത്താണ്. അത് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വീട് എൻ്റെ അവിടെ പണിതത്. അന്ന് വയസ്സായിരുന്നു, പ്രായം കുറച്ച് കൂടി സുഖമില്ലാത്ത ആളായിരുന്നു എൻ്റെ ഉപ്പാപ്പ. എന്നാലും ആ വീട്ടിൽ അവിടെ ആ വീടിന്റെ അകത്ത് കയറിയതാണ് എൻ്റെ വാപ്പയുടെ 10-21 വയസ്സിൽ എൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലും കൂടി എൻ്റെ ഉപ്പാപ്പാന്റെ ഫോട്ടോ ആ ജനേലയുടെ ഭാഗത്തിന്റെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ആ സമയത്തൊക്കെ ഈ ഭൂമി ഉണ്ട്. അപ്പൊ ഈ വിൽപത്രം ഉണ്ടാക്കുമ്പോ എന്തുകൊണ്ട് ആ ഭൂമി അബ്ദുൽ സത്താർ ഹാജി മൂസായ എൻ്റെ ഉപ്പാപ്പ ഈ വിൽപത്രത്തിൽ ചേർത്തില്ല? ഒരു വഖഫ് ചെയ്തില്ല? എന്താണ്? തിരുവിതാംകൂർ മഹാരാജാവിന്റെ പാട്ടഭൂമി ആയത് കാരണം അദ്ദേഹം അത് ചെയ്തില്ല എന്നാണ്. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്.
അല്ല, സത്താറായിരം ഈ വിൽപത്രത്തിലുള്ളത്. മുൻപത്തെ ഭൂമി ആ സമയത്ത് ഉണ്ട്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വിൽപത്രത്തിൽ 1923 ഇംഗ്ലീഷ് വർഷം, മലയാള ഫലം 1099 ചേർക്കാൻ മരുന്നില്ലേ? അപ്പൊ പാട്ടത്തിന്റെ ഭൂമിയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഈ പാട്ടഭൂമി ഒരിക്കലും ഒരാൾക്കും വഖഫ് ചെയ്യാൻ അധികാരമില്ല. അതായത് ഒരു കെട്ടിടം നമ്മൾ വാടകയ്ക്ക് എടുക്കണം മാതിരിയാണ് പാട്ടഭൂമി എന്ന് പറയുന്നത്. ആ മഹാരാജാവിന്റെ കാലത്ത് അങ്ങനെയാണ് വരുന്നത്. അതിപ്പോഴും ഉണ്ട്. പാട്ടഭൂമി എടുക്കുന്ന എല്ലാവരും ഉണ്ട്. അത് ആർക്കും നമുക്ക് വഖഫ് ചെയ്യാനോ മക്കൾക്ക് വീതിച്ചു കൊടുക്കാനോ സ്വയം അതിൽ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കിയിട്ട് ചെയ്യാന്നല്ലാതെ അത് വേറെ ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ പറ്റില്ല. അങ്ങനെ ഒരു നിയമമില്ല. ആ ഭൂമി കിട്ടുന്നത്, പാട്ടത്തിന് വേണ്ടി കിട്ടുന്നത് അവർക്ക് ബിസിനസ് ചെയ്യാനും അവർക്ക് ഉപയോഗിക്കുവാനും വേണ്ടിയാണ്. ഈ വിവരാവകാശ രേഖത്തിന്റെ പറയുന്നത് ഹൈക്കോടതി ഇത് ശരിവെച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. പറവൂർ സബ് കോടതിയുടെ കണ്ടെത്തല് ഹൈക്കോടതി ഈ കേസിൽ ശരിവെച്ചിട്ടുണ്ട്. ഹൈക്കോടതി അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഹൈക്കോടതിന്റെ ഒരു വിധിയിൽ വഖഫ് ബോർഡ് അന്ന് കക്ഷി ചേർന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കീഴ്ക്കോടതിയിൽ നിന്ന് വന്നതിന്റെ ഒരു അപ്പീലായിട്ടാണല്ലോ ഹൈക്കോടതിയിൽ വന്നത്. അപ്പൊ അത് ഏത് തരത്തിലൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, ഏത് തരത്തിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്, ശരിയായ രീതിയിലുള്ള അന്വേഷണം സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം. കാരണം എങ്ങനെയാണ് അത് വന്നതെന്ന് അറിയണം. കാരണം ഇതിന്റെ കംപ്ലീറ്റ് ഒരു ഫോർജ് ഡോക്യുമെന്റ് ആയിട്ട് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ആധാര നമ്പറുകളിലെല്ലാം വ്യത്യാസമുണ്ട്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.